السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയ സുഹൃത്തുക്കളെ, ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അറിവിൻ്റെ മാർഗം ശാസ്ത്രം മാത്രമാണോ എന്നത്. ഈ വാദം തന്നെ യഥാർത്ഥത്തിൽ വ്യക്തമായൊരു അബദ്ധമാണ്. നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ അത് മനസ്സിലാക്കാം. ലോകത്ത് സൂര്യൻ ഉദിക്കുന്നത് കാണുമ്പോൾ പകലാണെന്ന് നാം മനസ്സിലാക്കുന്നത് ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതുപോലെ രാവും പകലും ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്, അങ്ങനെ ഉണ്ടാകൂല, അത് ഇല്ല എന്നത് നാം മനസ്സിലാക്കുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതുപോലെ തന്നെ ഗാന്ധിജി, നെഹ്റു പോലത്തെ ചരിത്ര പുരുഷന്മാർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലല്ല. ബഹുമാനപ്പെട്ട ഇമാം ഉമറുൻ നസഫി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ അഖായിദുൻ നസഫിയ. അതിൽ മഹാനവറുകൾ അറിവിൻ്റെ മാർഗങ്ങൾ 3 സമർത്ഥിച്ചുകൊണ്ട് വിവരിക്കുന്നുണ്ട്. ഒന്നാമതായി മഹാനവറുകൾ പറഞ്ഞത് അൽ ഹവാസു സലീമ, അഥവാ വൈകല്യമില്ലാത്ത ഇന്ദ്രിയങ്ങൾ. ഇതിനെ നമുക്ക് അനുഭവജ്ഞാനം എന്നും പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വന്നാൽ, സൂര്യപ്രകാശം കാണുമ്പോൾ പകലാണെന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ വിഷൻ അഥവാ കാഴ്ച എന്ന ഇന്ദ്രിയം ഉപയോഗിച്ചുകൊണ്ടാണ്. പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ അതിനിടയിലൂടെ പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഇടിവെട്ടുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കും. അത് ഹിയറിംഗ് എന്ന നമ്മുടെ ചെവി ഉപയോഗിച്ചുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ 5 ഇന്ദ്രിയങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. വിഷൻ അഥവാ കണ്ണ്, ഹിയറിംഗ് ചെവി, പിന്നെ ടച്ച് സ്പർശനം, ത്വക്ക് ഉപയോഗിച്ചുകൊണ്ട് നാം അതിനെ മനസ്സിലാക്കുന്നു. അതുപോലെ ടേസ്റ്റ് രുചി, പിന്നെ മറ്റൊന്ന് സ്മെൽ വാസന. രണ്ടാമതായി മഹാനായ ഉമറുൻ നസഫി തങ്ങൾ പറഞ്ഞത് അൽ ഖബറു സ്വാദിഖ, അഥവാ ടെസ്റ്റിമോണി, സത്യവാർത്ത. ഇതിനെ നമുക്ക് 2 ഇനങ്ങളായി തരംതിരിക്കാം. ഒന്നാമത്തേത് അൽ ഖബറുൽ മുത്തവാത്തിർ, അഥവാ കണ്ണി ചേർന്ന വാർത്തകൾ. കളവിൻ്റെ മേൽ ഒരുമിച്ച് കൂടൽ അസംഭവ്യമായ ഒരുപാട് ആളുകൾ കൂടി സ്ഥിരപ്പെടുത്തിയ വാർത്തക്കാണ് അൽ ഖബറുൽ മുത്തവാത്തിർ എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, 10 കിലോമീറ്റർ അപ്പുറം നടന്ന ഒരു ആക്സിഡൻറ്റ് പരസ്പരം പരിചയമില്ലാത്ത 10 ആളുകൾ നമ്മോട് വന്ന് പറയുമ്പോൾ നമുക്കത് സത്യവാർത്തയായിട്ട് മനസ്സിലാക്കാം. ശാസ്ത്രത്തിൽ വരെ ഈ സത്യവാർത്തയുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. DNA ടെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കാൻ സത്യവാർത്തയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്ത വിവരങ്ങൾ സത്യമാണോ എന്ന് മനസ്സിലാക്കാനും ഈ അൽ ഖബറുൽ മുത്തവാത്തിർ എന്നതിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. ഇതിലെ രണ്ടാമത്തെ ഇനമായ അൽ ഖബറുൽ റസൂൽ, അഥവാ ദൈവദൂതൻ്റെ വാർത്ത. ദൈവദൂതൻ പറഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് സംശയം പാടില്ല. കാരണം സർവജ്ഞനായ, കളവ് പറയേണ്ട ഒരാവശ്യവുമില്ലാത്ത ദൈവം തൻ്റെ ദൂതനിലൂടെ നമ്മോട് പറയുന്ന സന്ദേശങ്ങളാണ് ഖബറുർ റസൂൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമതായി മഹാനായ ഇമാം ഉമറുൻ നസഫി തങ്ങൾ പറഞ്ഞത് അഖ്ല്, അഥവാ ദിഷണ. രാവും പകലും ഒരുമിച്ച് കൂടുകയില്ല എന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇന്ദ്രിയജ്ഞാനം, സത്യവാർത്ത ഇവ അറിവാകുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെ ഈ അഖ്ല്, മസ്തിഷ്കം, ഹൃദയം എന്നിവയുടെ ശേഷിയല്ല, മറിച്ച് ഈ ശേഷിയുടെ ഒരു പ്രയോഗം മാത്രമാണ് അഖ്ല് അഥവാ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതിൻ്റെ അറിവിൻ്റെ മാർഗമായ ബുദ്ധി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ശാസ്ത്രം മാത്രമല്ല അറിവിൻ്റെ മാർഗം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല നാം പറഞ്ഞതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.